എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ കളി കാണാൻ വരുന്ന ഒരു സ്ഥലം മീനങ്ങാടിയാണെന്നുള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നോർവേന്റെ ആൾക്കാരല്ല, ഇവർ അർജന്റീനയുടെ ആൾക്കാരാണ്. അപ്പൊ അർജന്റീന ഈജിപ്ത് കളിക്ക് ഇവരെല്ലാവരും വരണം. അടിപൊളി കളിയായിരുന്നു, ഒരു സൂപ്പർ കളിയായിരുന്നു. ഒരു പക്ഷേ ബ്രസീലിയൻ ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് നോർവേ വിജയിച്ചിട്ടുള്ളത്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി. അപ്പോൾ ധനേഷ്, ഇന്ന് നമ്മൾ മീനങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. ഫ്രീ കിക്ക് വയനാട് വിഷൻ ചാനലും കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും സംഘടിപ്പിക്കുന്ന നമ്മുടെ ഫ്രീ കിക്ക് എത്തിയിരിക്കുകയാണ് മീനങ്ങാടിയിൽ ഗംഭീര കളിയാണ് നടക്കാൻ പോകുന്നത്. നമ്മളെ സ്പോൺസേഴ്സിനെ ഒന്നും മറക്കുന്നില്ല. ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, മാണിക്യം ഡിസൈനർ ജ്വല്ലറി, അതോടൊപ്പം കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ഒപ്പം മത്സ്യങ്ങളുടെ വലിയ ശേഖരവുമായി അല്ലെങ്കിൽ മത്സ്യവിഭവങ്ങളുടെ ശേഖരവുമായി നമ്മുടെ സ്വന്തം രുചിപ്പുര അവരൊക്കെ നൽകുന്ന സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ സ്പോൺസർഷിപ്പിലുള്ള പരിപാടി ഇന്ന് മീനങ്ങാടി എത്തിയപ്പോൾ ആവേശോജ്വലമായ പരിപാടിയാണ് അല്ലേ? നമ്മൾ കുറച്ച് നേരത്തെ എത്തി എന്നുള്ള കാരണം ഇന്ന് 1:30 കളി. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ചെയറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിരനിരയായിട്ട് ഫുൾ വൈബാണ്. നല്ല സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അല്ലേ? നല്ല സ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ കളി കാണാൻ വരുന്ന ഒരു സ്ഥലം മീനങ്ങാടിയാണെന്നുള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ. പല ഭാഗം ഇവിടെ ഉള്ളവര് മാത്രമല്ല, പല സ്ഥലങ്ങളും. പിന്നെ ഇവര് ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇപ്പൊ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അല്ലെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. എന്റെ ഒരു പ്രൊഡക്ഷനിൽ ബ്രസീൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ജയിച്ചു കയറും എന്നുള്ളതാണ്. പറഞ്ഞുകൂടാ, കാരണം നോർവേ കളിച്ച കളികളൊക്കെ വളരെ ഗംഭീര കളികളായിരുന്നു. അവരുടെ ഒരു ഗോൾ മെഷീൻ ഉണ്ട്, ഹാളണ്ട്. എന്താണ് കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ കാലിൽ ബോൾ കിട്ടിയാൽ അത് ഏത് നിമിഷവും പോസ്റ്റിലേക്ക് പായും എന്നുള്ള കാര്യം. നെയ്മർ എത്രത്തോളം സമയം കളിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തവണ കുറെ നേരം കളിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ കളിയുടെ ദൃശ്യങ്ങളിലേക്ക്, ഒപ്പം പ്രേക്ഷകരുടെയൊക്കെ അല്ലെങ്കിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആസ്വാദകരുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പകർത്തുകയാണ്. നമുക്ക് കളി കാണാം. ഒരു അട്ടിമറി വിജയം നേടിക്കൊണ്ട് നോർവേ പ്രീ ക്വാർട്ടറിലേക്കാണ്. ബ്രസീൽ നോർവേ കളിയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മാച്ചാണ് നടന്നത്. നമ്മുടെ മീനങ്ങാടിയിൽ സ്ഥാപിച്ച LED വാളില് ഒരുപക്ഷെ ഇത്രയും നാള് നടന്ന കളികളിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്നു. നോർവേ പോലും ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. നോർവേയുടെ ഗോളി
ഒരു രക്ഷയില്ല. എത്ര സേവുകളാണ് അതേപോലെ തന്നെ ഹാളണ്ട് ആ 2 ഗോളുകള് ഹാളണ്ട് ഹീറോ ആയി, നെയ്മർ സുൽത്താനായി വന്ന്. പക്ഷെ ആ ഒരു പെനാൾട്ടി ഗോള് മാത്രമാണ് ബ്രസീലിന്റെ ആരാധകർക്ക് ഈ ഒരു ലോകകപ്പിൽ നെയ്മറിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. ഒന്നും കിട്ടിയില്ല. ഇവിടെ കുറച്ച് ആളുകളുണ്ട്, ഇവരൊക്കെ ആഘോഷത്തിലാണ്. പക്ഷേ നോർവേ ഞങ്ങൾക്ക് കാശിബായില്ല, നെയ്മീരില്ല, സുൽത്താനില്ല, പാട്ടിനറിയില്ല, ആരുമില്ല. ഞങ്ങൾക്ക് ആണ്ടറുണ്ടെങ്കിൽ എന്താ സ്വന്തം ടീമിന്റെ കളി അർജന്റീന കളിക്ക് ഇവിടെ വന്നിട്ട് എന്തോറില്ല വന്നിട്ട് ഭയങ്കര വൈകാരികമായിട്ടുള്ള പ്രതികരണം. ഉളുപ്പം മാനം ഉണ്ടെങ്കിൽ ഫ്രാൻസും പോർച്ചുഗലുമായി മാറും, വേറെ ടീമില്ല. ചേട്ടാ വിഷമിക്കല്ലേ വിഷമൊന്നുമില്ല. അതായത് ആർക്കാണെങ്കിലും എന്താ പറയുക, നമ്മൾ എല്ലാ കളിയും കാണാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ തോറ്റു അംഗീകരിക്കുന്നത് വിഷമമുണ്ട്, പക്ഷേ എങ്കിൽ ഈ എന്താ പറയുക ഏഴാമത്തെ കളിയിൽ ഇവരും കളി കാണാൻ വരണം. ഇവര് വരണം വന്നിട്ട് ആ കളിയില്. അതായത് നോർവേന്റെ ആൾക്കാരല്ല, ഇവർ അർജന്റീനയുടെ ആൾക്കാരാണ്. അപ്പൊ അർജന്റീന ഈജിപ്ത് കളിക്ക് ഇവരെല്ലാവരും വരണം, എന്നിട്ട് അവര് ജയിക്കട്ടെ ചാട്ടം പറയണം. അതൊരു കാര്യമാണ്. അർജന്റീന ഈജിപ്ത് കളിക്കും വരണം. അത് കഴിഞ്ഞ തവണയും ഞങ്ങൾ അവസാനം വരെ നിന്നിരുന്നു, കപ്പ് സോക്കേഴ്സിൽ വെച്ചിരുന്നു. ഏറ്റവും പുതിയ അവസാനത്തെ കപ്പ് ഞങ്ങളുടെ സോക്കേഴ്സിലാണുള്ളത്, ഇവരുടെ കയ്യിലല്ല. ഇവരുടെ കപ്പ് എങ്ങനെ അറിയോ? കളർ ടി വി വന്നതിന് ശേഷം ഇവർക്ക് ഒരു കപ്പ് കിട്ടിയിരുന്നു. എന്നതിന് ശേഷം കൂടുതൽ വർത്താനം പറഞ്ഞാൽ മതി. ഇപ്പൊ പ്രീ ക്വാർട്ടറിൽ പുറത്തായി, കഴിഞ്ഞ തവണ ക്വാർട്ടറിൽ പുറത്തായി. ഇവർക്ക് കളിക്കാൻ അറിയുന്ന റൊണാൾഡോയുടെയും കാലത്ത് എന്തോ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അവസ്ഥ ഇല്ലാതെ ഇന്നൊരു ഗോൾ അടിക്കാനോ ജയിക്കാനോ ഇവർക്ക് കഴിയാൻ സാധിക്കില്ല. നോർവേയുടെ ആവേശം നമ്മള് ഈ ഒരു സമയത്ത് 1:30 തുടങ്ങിയ കളിയിലാണ് ഞാനും ധനേഷും ഫ്രീ കിക്കുമായിട്ട് എത്തിയത്. ഇവര് നോർവേയുടെ കളിയാണ് എല്ലാരും. കാരണം അത്ര വലിയൊരു അട്ടിമറി വിജയമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു കളിയായിരുന്നു. ഒന്നും പറയാനില്ല. പിന്നെ നോർവേ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട് റാഷിക. വളരെ നല്ല രീതിയിലാണ് നോർവേ അടിപൊളി കളിയായിരുന്നു, ഒരു സൂപ്പർ കളിയായിരുന്നു. ഒരു പക്ഷേ ബ്രസീലിയൻ ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് നോർവേ വിജയിച്ചിട്ടുള്ളത്. നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് ബ്രസീലിയൻ ആരാധകരായിട്ടുള്ള, അവരൊന്ന് ദയവേത് വിഷമിച്ച് എന്താ പറയാ സങ്കടപ്പെട്ടിരിക്കേണ്ട. കാരണം ഇനി അവസരത്തിന് കാത്തിരിക്കുക എന്നല്ലാതെ രക്ഷയില്ല. കാരണം നെയ്മാറിനെ കളിക്കാൻ കുറച്ച് സമയം കൂടുതൽ ലഭിച്ചത് ഈ ഒരു കളിയിലാണ്. അത് അദ്ദേഹം മുതലാക്കി. പക്ഷെ പെനാൽറ്റി കിട്ടിയെങ്കിൽ കൂടി ആ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് പുള്ളിക്ക് വരാൻ കഴിഞ്ഞില്ല. ബ്രസീലിന് വരാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഒരു ടീം ഗെയിമാണ് നോർവേ കളിച്ചത്, ഗംഭീര ഗെയിം. ഇനി അതിലൊന്നും പറയാനില്ല. ഇതിന്റെ ആഘോഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനങ്ങാടിയിലെ ടൗണിലുള്ള LED വാളിലാണ് ഞങ്ങൾ ഇപ്പോൾ. നിങ്ങൾ ഇവിടെ ഒരു ദിവസം വന്ന് കളി കാണണം കേട്ടോ. എപ്പോഴെങ്കിലും നല്ലൊരു കളി നല്ല വൈബാണ്. ടൗണിൽ വന്ന് കളി കാണണം. ഗംഭീര കളിയായിരുന്നു. ഓക്കെ, ഏതായാലും ഇന്ന് നമ്മൾ ഇനിയിപ്പോ ഇംഗ്ലണ്ട് ആണോ മെക്സിക്കോ ആണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് വയനാട് വിഷൻ ഫ്രീ കിക്കിന് ഉറക്കല്ല, അടുത്ത കളി കാണാനുള്ള പരിപാടിയിലാണ്. ഏതായാലും മീനങ്ങാടിയിലെ LED വാളില് ആവേശം നിറച്ചുകൊണ്ടുള്ള കളി നടന്നു. പക്ഷേ ബ്രസീലിയൻ ആരാധകർക്ക് നിരാശയുടെ മറക്കാൻ കഴിയാത്ത. നിങ്ങൾ അന്ന് അർജന്റീനന്റെ കളിക്ക് ബ്രസീലിന്റെ ജേഴ്സി ഇട്ടുകൊണ്ടാണ് ഞാൻ ബ്രസീലിന്റെ കളിക്ക് അർജന്റീനയുടെ ജേഴ്സി ഇട്ട് വന്ന്. മാമനോടൊന്ന് തോന്നരുത് മക്കളെ പ്ലീസ്. ഏതായാലും ഒരു കുഴപ്പമില്ല, ഗംഭീരമായിട്ട് കളി നടന്നു. ഇനി നമ്മൾ അടുത്ത കളി വരെ കാത്തിരിക്കും. ഫ്രീ കിക്ക് ഇപ്പോൾ ഈ സമയം എത്രയായി? സമയം 3:45. 3:45 ഉറക്കമില്ലാത്ത ദിവസം. പക്ഷേ മനോഹരമായ ഒരു കളി കണ്ടു. ഇന്ന് ഫ്രീ കിക്ക് വിട പറയാണ്. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. Co-powered by രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. Co-powered by മാണിക്യം ഡിസൈനർ ജ്വല്ലറി.